ഈ പരിശുദ്ധ മദ്ബഹായിൽ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധമായിട്ട് നമ്മൾ കരുതുന്ന ഒരു വസ്തുവാണ് പരിശുദ്ധ ത്രോണോസ് അഥവാ വിശുദ്ധ ബലിപീഠം എന്ന് പറയുന്നത്. എന്താണ് ത്രോണോസ് എന്ന് പറയുന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം? ത്രോണോസ് എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം സിംഹാസനം എന്നാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഈ ത്രോണോസിന്മേൽ ഉള്ളതുകൊണ്ട് ഇത് സ്വർഗീയ രാജാവ് എഴുന്നള്ളിയിരിക്കുന്ന സിംഹാസനമെന്നും ഈ ത്രോണോസ് അറിയപ്പെടാറുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും വിശുദ്ധ കുർബാനയിലൂടെ ഈ ബലിപീഠത്തിന്മേൽ ഈ ത്രോണോസിന്മേൽ നമ്മൾ ആചരിക്കുന്നതിനാൽ ഒരേ സമയം ഗാഗുൽത്താമലയെന്നും കർത്താവിൻ്റെ ഖബർ എന്നും നമ്മൾ വിശുദ്ധ ത്രോണോസിനെ വിശേഷിപ്പിക്കാറുണ്ട്. ജീവൻ്റെ അപ്പമായ വിശുദ്ധ കുർബാന ഈ വിശുദ്ധ ത്രോണോസിന്മേൽ അർപ്പിക്കപ്പെടുന്നതിനാൽ ജീവൻ്റെ മേശയെന്നും ത്രോണോസിനെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഈ വിശുദ്ധ ത്രോണോസ് യേശുക്രിസ്തുവിനെ തന്നെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയാകുന്ന യാഗം ഈ ത്രോണോസിന്മേൽ അർപ്പിക്കപ്പെടുന്നതിനാൽ ത്രോണോസിനെ യാഗപീഠമെന്നും നാം വിശേഷിപ്പിക്കാറുണ്ട്. അടുത്തതായിട്ട് നാം പരിചയപ്പെടുന്നത് ഒരുപക്ഷെ നമ്മിൽ അധികം പേരും കണ്ടിട്ടില്ലാത്ത എന്നാൽ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലുമുള്ള ഒരു വിശുദ്ധ വസ്തുവാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൻ്റെ പേര് തബലീത്ത എന്നാണ് നമ്മൾ ഈ തടിയുടെ ഫലകത്തെ നമ്മൾ വിളിക്കുന്നത്. വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഈ തബലീത്തയുടെ മുകളിലാണ് കാസായും പിലാസായും വെച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. വിശുദ്ധ മൂറോൻ കുദാശ ചെയ്ത ബലിപീഠങ്ങളിൽ തബലീത്ത വയ്ക്കാറ് പതിവില്ല. വിശുദ്ധ മൂറോൻ കുദാശ ചെയ്യാത്ത ബലിപീഠങ്ങളിൽ നമ്മൾ തബലീത്ത വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കാസായും പിലാസായും വെച്ചാണ് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഈ തബലീത്ത നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കുരിശിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മലങ്കര സഭയിൽ ഈ തബലീത്ത തടിയിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അഭിവന്യ തിരുമേനി മൂറോനും കൊണ്ട് കുദാശ ചെയ്ത ഒരു ചെറിയ ഫലകമാണ് തബലീത്ത എന്ന് പറയുന്നത്. ഇതിൻ്റെ മറുവശത്ത് ഈ തബലീത്ത മൂറോൻ കുദാശ ചെയ്ത അഭിവന്യ തിരുമേനിയുടെ പേരും ഇതെന്നാണ് കുദാശ ചെയ്തത് എന്നുള്ള കൃത്യമായ ദിവസവും സമയവും ഒക്കെ ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുരിശാകൃതിയിൽ സുറിയാനി ഭാഷയിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം കീഴ്ഭാഗത്ത് വരത്തക്ക രീതിയിൽ മൂറോൻ കുദാശ ചെയ്ത ഭാഗം മുകൾ വശത്ത് വരത്തക്ക രീതിയിലാണ് വിശുദ്ധ ബലിപീഠത്തിൽ നമ്മൾ തബലീത്ത ക്രമീകരിക്കുന്നത്. വിശുദ്ധ ത്രോണോസിൻ്റെ മധ്യത്തിൽ തബലീത്ത വെച്ച് അതിൻ്റെ മുകളിൽ 3 നിറങ്ങളോടുകൂടിയ വിരിക്കൂട്ടത്തിൻ്റെ മുകളിലാണ് നമ്മൾ കാസായും പീലാസായും വെച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. 3 നിറങ്ങളോടുകൂടിയ ഈ തുണിയാണ് വിരിക്കൂട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വെള്ള നിറത്തിലുള്ള ഒരു തുണി, അതിൻ്റെ പുറത്തായിട്ട് പച്ച നിറത്തിലുള്ള ഒരു തുണിയും, അതിൻ്റെയും പുറത്ത് ഏറ്റവും പുറത്തായിട്ട് ചുവപ്പ് നിറത്തിലുള്ള ഒരു തുണിയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ 3 നിറങ്ങളോടുകൂടി ചേർത്ത് തയ്ച്ച ഒരു തുണിയാണ് വിരിക്കൂട്ടം എന്ന് പറയുന്നത്. ഇതിലെ വെള്ള നിറം കാതോലികവും വിശുദ്ധവുമായ സഭയെ പ്രതിനിധാനം ചെയ്യുന്നു. ഈ വെള്ള നിറത്തിന് പുറത്തുള്ള പച്ച നിറം ഹരിത വർണ്ണാഭമായ ഈ പ്രകൃതിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. വെള്ളയുടെയും പച്ചയുടെയും ഏറ്റവും പുറത്തായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ചുവപ്പ് നിറം ഈ സൃഷ്ട പ്രപഞ്ചത്തെ മുഴുവനായിട്ട് സൂചിപ്പിക്കുവാനായിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 3 നിറങ്ങളോട് കൂടി ചേർത്ത് തയ്ച്ച ഇതാണ് വിരിക്കൂട്ടം എന്ന് പറയുന്നത്. വിശുദ്ധ ത്രോണോസിൻ്റെ മധ്യേ തബലീത്ത വെച്ച് അതിൻ്റെ മുകളിൽ ഈ വിരിക്കൂട്ടം വിരിച്ചിട്ടാണ് നമ്മൾ കാസായും പിലാസായും വെച്ച് ബലിയർപ്പിക്കാറുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ത്രോണോസിന്മേൽ കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ത്രോണോസിനെ അലങ്കരിക്കുന്ന ഒരു പട്ടു വസ്ത്രമുണ്ട്, ഒരു പട്ടു തുണിയുണ്ട്. അതാണ് ചിത്തോല എന്ന് അറിയപ്പെടുന്നത്. ത്രോണോസിനെ അലങ്കരിക്കുന്ന പട്ട് വസ്ത്രമാണ് ചിത്തോല എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവിൻ്റെ കബറടക്ക സമയത്ത് അരിമത്യാക്കാരനായ ജോസഫ് കർത്താവിൻ്റെ തിരുശരീരം സുഗന്ധക്കൂട്ടുകളാൽ കച്ചയിൽ പൊതിഞ്ഞ് ഒരു കബറിൽ അടക്കുന്നതായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിനെ പൊതിഞ്ഞ ആ കച്ചയോടാണ് നമുക്ക് ഈ ചിത്തോലയെ ഉപമിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ
സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ മഹിമ പ്രതാപത്തെയും ഈ ചിത്തോല സൂചിപ്പിക്കുന്നു. ഈ ചിത്തോലയുടെ അടുത്ത ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഈ ചിത്തോല 3 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ ചിത്തോല തിരിച്ചിരിക്കുന്നത്. ഏകനായ ദൈവം ത്രിത്വമായിട്ട് ആരാധിക്കപ്പെടുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ ക്രൈസ്തവ സഭയുടേത്. ആ ഒരു വിശ്വാസത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, ഏകനായ ദൈവത്തിലെ 3 ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്തോലയിൽ 3 ഭാഗമായിട്ട് അല്ലെങ്കിൽ 3 ഖണ്ഡങ്ങളായിട്ട് ഈ ചിത്തോല തിരിച്ചിരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ 3 ഖണ്ഡങ്ങളിലും അല്ലെങ്കിൽ ഈ 3 ഭാഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ നിറം തന്നെയാണ്, ഒരേ ചുവപ്പ് നിറം തന്നെയാണ് നമ്മൾ ചിത്തോലയുടെ 3 ഭാഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 3 ഖണ്ഡങ്ങളിലെയും ഒരേ നിറം തൃത്വത്തിലെ 3 ആളുകളും സമന്മാരാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഖണ്ഡങ്ങളിലും ഒരേ നിറത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചാൽ ഈ ചിത്തോലയിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ചിത്തോല 3 ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 3 ഖണ്ഡങ്ങളിലും ഒരേ ചുവപ്പ് നിറം തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരേ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് ത്രിത്വത്തിലെ 3 ആളുകളും സാരാംശത്തിൽ സമന്മാരാണ് എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 ഖണ്ഡങ്ങളിലും നമ്മൾ ഒരേ നിറം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. 3ആയിട്ട് തിരിച്ചിരിക്കുന്ന ഈ ചിത്തോലയിലെ നടുക്കത്തെ ഭാഗം അഥവാ മധ്യഖണ്ഡം യേശു തമ്പുരാനെ സൂചിപ്പിക്കുകയും ഇടത്തെ ഖണ്ഡം അല്ലെങ്കിൽ ഇടത്തെ ഭാഗം പിതാവായ ദൈവത്തെയും വലത്തെ ഭാഗം പരിശുദ്ധ റൂഹായെയും സൂചിപ്പിക്കുന്നു. ഈ 3 ഖണ്ഡങ്ങളും, ഈ ചിത്തോലയിലെ 3 ഖണ്ഡങ്ങളും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഇത് അഭേദ്യമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന, ഒരു തുണിയിൽ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന 3 ഖണ്ഡങ്ങളാണ്. ഇത് പ്രത്യേകമാം വിധം സൂചിപ്പിക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത യേശു ക്രിസ്തുവിന് ത്രിത്വത്തിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന അടയാളമാണ് ചിത്തോല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് ശോശപ്പ എന്ന് പറയുന്ന ഒരു തുണിയാണ്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ കാസായും പിലാസായും മൂടുവാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെള്ള തുണിയാണ് ഇത്. വിശുദ്ധ രഹസ്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യ അവസ്ഥയെ ഈ ശോശപ്പ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ബൈബിളിൽ വായിച്ച് കേട്ടിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് 12 നീരുറവകൾ ഒഴുക്കിക്കൊടുത്ത തീക്കൽപ്പാറ. വീണ്ടും നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനെ കബറടക്കം ചെയ്ത് കബറിൻ്റെ വാതിൽക്കൽ വെച്ച ഒരു തീക്കൽപ്പാറയുണ്ട്. ഈ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങൾക്ക് മരുഭൂമിയിൽ വെച്ച് ദൈവം ഒഴുക്കിക്കൊടുത്ത തീക്കൽപ്പാറയെയും അതോടൊപ്പം തന്നെ ഈശോ മിശിഹായുടെ കബറിങ്കൽ വയ്ക്കപ്പെട്ട തീക്കൽപ്പാറയെയും ഈ ശോശപ്പ സൂചിപ്പിക്കുന്നു. വിശുദ്ധ ത്രോണോസിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു കുരിശ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ത്രോണോസിൻ്റെ മധ്യഭാഗത്ത് തീർച്ചയായിട്ടും ഒരു കുരിശ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുമുണ്ട് നമ്മുടെ ത്രോണോസിൻ്റെ മധ്യത്തിൽ ഒരു കുരിശ് ഇരിക്കുന്നതും. നമ്മുടെ പാരമ്പര്യമനുസരിച്ച് ഈ കുരിശ് യേശു ക്രിസ്തുവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പൗരസ്ത്യ പാരമ്പര്യത്തിൽ കർത്താവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും മാത്രമല്ല കുരിശ് സൂചിപ്പിക്കുന്നത്, മറിച്ച് അവൻ്റെ ഉത്ഥാനത്തെയും ഈ കുരിശ് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലങ്കര പാരമ്പര്യത്തിൽ ക്രൂശിത രൂപം ഇല്ലാത്ത കുരിശാണ് നമ്മുടെ ത്രോണോസിന്മേൽ വയ്ക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ വിശുദ്ധ മദ്ബഹായിൽ ത്രോണോസിന്മേൽ നമ്മൾ ഉപയോഗിക്കുന്ന കത്തിച്ച മെഴുകുതിരികളാണ്. കത്തിച്ച മെഴുകുതിരികൾ നമ്മുടെ കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് കത്തിച്ച മെഴുകുതിരികളെന്ന് പറയുന്നത്. ഈ മെഴുകുതിരിയിൽ നിന്നും ഉണ്ടാകുന്ന പ്രകാശം പാപാന്തകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് വിശ്വാസികൾ തിരിയണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ മലങ്കര സഭയുടെ വിശുദ്ധ മദ്ബഹായിൽ നമ്മൾ പ്രധാനമായി 13 തിരികളാണ് ഉപയോഗിക്കാറുള്ളത്. അതിൽ 12 നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന അടയാളമായിട്ടാണ് നമ്മൾ 12 തിരികൾ ഉപയോഗിക്കുന്നത്. ഈ 13ാമത്തെ തിരി
ദൈവ സാന്നിധ്യത്തെ അനുസ്മരിപ്പിക്കുന്നു, അഥവാ കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അങ്ങനെ 13 തിരികളാണ് നമ്മുടെ വിശുദ്ധ മദ്ബഹായിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വിശുദ്ധ മദ്ബഹായിൽ നമ്മൾ 13 തിരികളാണ് ഉപയോഗിക്കാറുള്ളത്. അതിൽ 12 നമ്മുടെ കർത്താവിൻ്റെ ശ്ലീഹന്മാരെയും മധ്യഭാഗത്തുള്ള ത്രോണോസിൻ്റെ മധ്യഭാഗത്തുള്ള ഈ തിരി ദൈവ സാന്നിധ്യത്തെയും നമ്മെ അനുസ്മരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കാനായിട്ട്. ഇനി അതുമല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കാനായിട്ടാണ് മധ്യഭാഗത്തെ ഈ തിരി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും നമ്മൾ കാണാറുള്ള തിരശ്ശീല അഥവാ മറയാണ്. വിശുദ്ധ ത്രോണോസിൻ്റെ രഹസ്യാത്മകതയെയും അതുപോലെ തന്നെ ഈ ത്രോണോസിൻ്റെ വിശുദ്ധിയെയും സൂചിപ്പിക്കുവാനായിട്ടാണ് നമ്മുടെ ദേവാലയങ്ങളിൽ നമ്മൾ ഈ തിരശ്ശീല അഥവാ മറ ഉപയോഗിക്കുന്നത്. ജെറുസലേം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ തിരശ്ശീല ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സഭയുടെ പാരമ്പര്യത്തിൽ സ്വർഗത്തെ സൂചിപ്പിക്കുന്ന വിശുദ്ധ മദ്ബഹായെയും ഭൂമിയെ സൂചിപ്പിക്കുന്ന ഹൈക്കലായും തമ്മിൽ വേർതിരിച്ച് കാണിക്കുവാനായിട്ടാണ് നമ്മൾ ഈ തിരശ്ശീല അഥവാ മറ ഉപയോഗിക്കുന്നത്. ഈ തിരശ്ശീലയ്ക്കുള്ളിൽ നിത്യപുരോഹിതനായ ഈശോ ദൈവസന്നിധിയിൽ മനുഷ്യവർഗത്തിനു വേണ്ടി നിത്യ മധ്യസ്ഥ ബലി അർപ്പിക്കുന്നത് പോലെ വൈദികർ തങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്താറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് വിശുദ്ധ ത്രോണോസ് പോലെ തന്നെ സഭ പ്രധാനമായിട്ടും വിശുദ്ധമായിട്ടും പരിഗണിക്കുന്ന വിശുദ്ധ ഏവൻഗേലിയോൻ പീഠമാണ്. നമുക്കറിയാം, ഒരു വിശ്വാസിക്ക് ദേവാലയത്തിലേക്ക് കടന്നു വന്നാൽ 2 തരം ആത്മീയ ഭക്ഷണങ്ങളാണ് ദേവാലയത്തിൽ നിന്നും ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭക്ഷണം വിശുദ്ധ ത്രോണോസിൽ നിന്നും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളാകുന്ന തീക്കട്ടയാകുന്ന ആത്മീയ ഭക്ഷണമാണ്. രണ്ടാമത്തെ ഭക്ഷണം വചനത്തിൻ്റെ ഭക്ഷണം. അത് വചനമേശയായ ഏവൻഗേലിയോൻ പീഠത്തിൽ നിന്നാണ് ഇത് ലഭിക്കുന്നത്. വിശുദ്ധ ത്രോണോസിനെ സഭ എപ്രകാരം ബഹുമാനിക്കുന്നോ, എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നോ, അല്ലെങ്കിൽ എപ്രകാരം വണങ്ങുന്നുവോ, അതേ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് വിശുദ്ധ ഏവൻഗേലിയോൻ പീഠവും സഭ ബഹുമാനിക്കുന്നതും സഭ വണങ്ങുന്നതും. അതുകൊണ്ടാണ് ഒരേപോലുള്ള ചിത്തോല കൊണ്ട് വിശുദ്ധ ത്രോണോസും വിശുദ്ധ ഏവൻഗേലിയോൻ പീഠവും അലങ്കരിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ദേവാലയത്തിലെ ഒരു വിശുദ്ധ വസ്തു, നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വസ്തുവാണ്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വസ്തുവാണ് ധൂപക്കുറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ ധൂപക്കുറ്റി സൂചിപ്പിക്കുന്നത്? ഇത് പരിശുദ്ധ ദൈവമാതാവിനെ സൂചിപ്പിക്കുന്നതാണ് ധൂപക്കുറ്റി എന്ന് പറയുന്നത്. ഈ ധൂപക്കുറ്റിക്കുള്ളിലെ അഗ്നി കന്യകയുടെ ഉദരത്തിൽ വസിച്ച ദൈവപുത്രനെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ ധൂപക്കുറ്റിക്ക് 4 ചെങ്ങലകളാണ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ ചെങ്ങല പിതാവായ ദൈവത്തെയും, രണ്ടാമത്തെയും മൂന്നാമത്തെയും ചെങ്ങലകൾ മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുകയും 4-മത്തെ ചെങ്ങല പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഈ 4 ചെങ്ങലകളിലായിട്ട് 12 മണികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ 12 മണികൾ 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ചെങ്ങലയിൽ 72 കണ്ണികളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അഥവാ 72 കണ്ണികൾ കൂട്ടിച്ചേർക്കുന്നതാണ് ഒരു ചെങ്ങല എന്ന് പറയുന്നത്. ഈ 72 എന്ന് പറഞ്ഞ സംഖ്യ പുതിയ നിയമത്തിലുള്ള 72 അറിയിപ്പുകാരെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു. ഈ 4 ചെങ്ങലകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഈ മുകളിലത്തെ വളയം, ഈ തട്ട് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഐക്യത്തെ സൂചിപ്പിക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ധൂപക്കുറ്റിക്ക് ഒരു താഴ്ത്തട്ടുമുണ്ട്, ഒരു മുകൾ തട്ടുമുണ്ട്. ഈ താഴത്തെ തട്ട് ഭൂമിയെയും മുകൾ തട്ട് ആകാശത്തെയും സൂചിപ്പിക്കുന്നു. ഈ ധൂപക്കുറ്റിയിലിടുന്ന കരി പാപികളായ മനുഷ്യരെയും ഈ കരിയിൽ നിന്ന് കത്തിപ്പടരുന്ന അഗ്നി പരിശുദ്ധാത്മാവിനെയും സൂചിപ്പിക്കുന്നു. പാപ മാലിന്യങ്ങളാൽ കരിക്കട്ടയ്ക്ക് തുല്യരായ മനുഷ്യർ ദൈവ സാന്നിധ്യത്താൽ അഗ്നി തുല്യരായി തീർന്ന്
പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. ഈ ധൂപകുറ്റിയിൽ നിന്ന് ഉയരുന്ന ധൂപം മനുഷ്യരുടെ പ്രാർത്ഥനകളും പുണ്യപ്രവർത്തികളും ദൈവത്തിന് കാഴ്ചയായിട്ട് സമർപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന 2 വിശുദ്ധ പാത്രങ്ങളാണ് നമുക്ക് പരിചയപ്പെടാനുള്ളത്. വിശുദ്ധ കുർബാനയ്ക്കായിട്ടുള്ള വീഞ്ഞ് നമ്മൾ പ്രത്യേകമായിട്ട് ഒരുക്കി വയ്ക്കുന്ന പാത്രമാണ് കാസ എന്ന് പറയുന്നത്. ഈ കാസായിലാണ് വിശുദ്ധ കുർബാനയ്ക്കുള്ള വീഞ്ഞ് നമ്മൾ പ്രത്യേകമായിട്ട് ഒരുക്കി വയ്ക്കുന്നത്. അടുത്തതായിട്ട് വിശുദ്ധ കുർബാനയ്ക്കുള്ള ഓസ്തി അല്ലെങ്കിൽ അപ്പം പ്രത്യേകമായിട്ട് നമ്മൾ ഒരുക്കി വയ്ക്കുന്നത് പീലാസ എന്ന് പറയുന്ന ഈ പാത്രത്തിലാണ്. ഈ പാത്രത്തിലാണ് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള അപ്പം ഒരുക്കി വയ്ക്കുന്നത്. ഈ 2 പാത്രങ്ങൾ കാസായും പീലാസായും വാഗ്ദാന പേടകത്തിൽ മന്ന നിക്ഷേപിച്ച പൊൻപാത്രത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ കർത്താവിനെ കബറടക്കം ചെയ്ത കല്ലറയെയും കാസായും പീലാസായും സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ കാസായും പീലാസായും മൂടുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 2 തുണികളാണ് പൂഫോയോ അല്ലെങ്കിൽ കബുലാന എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഇവ രണ്ടും. ഇതിൽ ഗോതമ്പിൻ്റെ ചിത്രമുള്ള ഗോതമ്പ് മണിയുടെ ചിത്രമുള്ളത് പീലാസായെയും മുന്തിരിയുടെ ചിത്രമുള്ളത് കാസ മൂടുവാനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന 2 തുണികളാണിത്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ളത് നമ്മുടെ വിശുദ്ധ മദ്ബഹായിൽ നമ്മൾ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന 2 വിശുദ്ധ വസ്തുക്കളാണ്. അതിലൊന്ന് മർബഹാസായും 2 മണിയുമാണ്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളതാണ്. ഈ മർബഹാസായുടെയും മണിയുടെയും നാദം ദൈവിക സാന്നിധ്യത്തിൻ്റെ അനുസ്മരണയും അതുപോലെ തന്നെ മാലാഖമാരുടെ സ്തുതിപ്പിൻ്റെ അടയാളത്തെയും സൂചിപ്പിക്കുന്നതാണ് ഈ മർബഹാസായുടെയും മണിയുടെയും നാദം. വിശുദ്ധ ത്രോണോസിന് ചുറ്റും നിൽക്കുന്ന മാലാഖമാരുടെ സാന്നിധ്യത്തെയും ഈ മർബഹാസ സൂചിപ്പിക്കുന്നുണ്ട്. ഈ മർബഹാസയിലേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് ഒരു വിശറിയുടെ ആകൃതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മർബഹാസ വിശറിയുടെ ആകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ മർബഹാസ സൂചിപ്പിക്കുന്നത് സ്രോപ്പൻ മാലാഖമാരുടെ ചിറകുകളെയാണ്. അതുകൊണ്ടാണ് ഇത് വിശറിയുടെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടാനുള്ള നമ്മുടെ ദേവാലയത്തിലെ ഒരു വിശുദ്ധ വസ്തു എന്ന് പറയുന്നത് സക്രാരിയാണ്. നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നത് വിശുദ്ധ സക്രാരിയിലാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ വാഗ്ദാന പേടകത്തോട് നമുക്ക് സക്രാരിയെ ഉപമിക്കാനായിട്ട് സാധിക്കും. ഈ വിശുദ്ധ സക്രാരിയിലാണ് വിശുദ്ധ കുർബാന സൂക്ഷിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ ദേവാലയത്തിൻ്റെ ഘടനയും ദേവാലയത്തിലെ എല്ലാ വിശുദ്ധ വസ്തുക്കളും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ദൈവ സാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ദേവാലയത്തിലെ ഈ വിശുദ്ധ വസ്തുക്കളോട് ഭക്തിയോടും ആദരവോടും കൂടി പെരുമാറുവാനും ഇവ വിശുദ്ധമായിട്ട് കൈകാര്യം ചെയ്യുവാനും നമുക്ക് പരിശ്രമിക്കാം.